ഹലോ, വെൽക്കം ബാക്ക് ടു മൈ സെറീൻ സ്പേസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ചെന്നൈയിൽ അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ കത്തിരിക്കാലം എന്ന് പറയുന്ന സമയം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് എത്തി കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം മെയ് 20 മെയ് 20 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേക്കുള്ള ഒരു കുഞ്ഞു വിശേഷം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഭഗവാന്റെ മുമ്പിൽ ഞാൻ രാവിലെ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പൂവില്ലാത്തതുകൊണ്ടല്ല ഞാൻ ഈ ചോക്ലേറ്റ് വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് രാവിലെ തന്നെ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അപ്പോൾ ഫെറാർ റോഷർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് ആണല്ലോ. പുള്ളി അത് തന്നെയാണ് തന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ എനിക്ക് ശരിക്കുള്ള ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വിളക്കൊക്കെ കൊളുത്തി കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനത്തെ എന്ത് വാങ്ങിച്ചാലും, പ്രത്യേകിച്ച് ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അത് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായോ? എനിക്കൊരു നോസ് പിൻ വാങ്ങിച്ചതാണ്, ഒരു നോസ് സ്റ്റഡ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം എനിക്കിതേപോലത്തെ റിംഗ് ടൈപ്പ്, ഇപ്പം ഇത് ഹാഫ് റിംഗ് ടൈപ്പാണ്, അതുപോലത്തെ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ നാളായി വിചാരിക്കണു. അപ്പോൾ എനിക്കിങ്ങനെ സർപ്രൈസായിട്ട് എനിക്ക് ഷൈചേട്ടൻ ഗിഫ്റ്റ് തന്നൊന്നുമല്ല, ഞങ്ങൾ പ്ലാൻ ചെയ്താണ് എപ്പോഴും വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ സമയത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഇത്തവണ നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ അത് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്, ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇത്. അപ്പം ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ കാണിക്കാമേ. ഇന്നിപ്പോൾ ഞാനിത് ഇടുന്നില്ല, കാരണം എനിക്ക് ഇത് തന്നെ ഇടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ മൂക്കിൽ ഇപ്പം ഇട്ടിരിക്കുന്നത് ഒരു മൂക്കുത്തി, അതും എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നാണ് കേട്ടോ. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് ഡയമണ്ടാണ്, ഇതും ഡയമണ്ടാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വെച്ച് ഞങ്ങൾ സണ്ണി ഡയമണ്ട്സിൽ പോയത് ഈ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ഇപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ എന്തായാലും വാങ്ങിച്ചു. എപ്പോഴും നാട്ടിൽ നിന്നാണ് വാങ്ങിക്കാറ്, സണ്ണി ഡയമണ്ട്സിൽ നിന്നാണ് ഇങ്ങനത്തെ കുഞ്ഞ് എന്താ പറയുക, ഡയമണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ് കേട്ടോ. അവിടുത്തെ നല്ല കളക്ഷൻ ഉണ്ടാവും. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടവുമാണ് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനപ്പോൾ കുറച്ച് ചെമ്മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ചെമ്മീൻ വറ്റിച്ചതെന്ന് പറയും, ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് നമുക്ക് ലഞ്ചിന് പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ പച്ചക്കായ. അപ്പോൾ അത് വെച്ചിട്ട് പച്ചക്കായും ചെമ്മീനും കൂടെ ഒലത്തുക എന്ന് പറയും നമ്മൾ എറണാകുളം ഭാഗത്തൊക്കെ. അങ്ങനെ ഉണ്ടാക്കി. ഇത് വീട്ടിൽ ആ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന തരം ഒരു കറിയാണ്. മെഴുക്ക് വരട്ടിയല്ല, ഒരു ഒലത്ത് മാതിരി. അങ്ങനെ ഉലർത്തിയെന്നൊക്കെ പറയൂലേ, അങ്ങനെ നമ്മളവിടെ ഒലത്തെന്നാണ് പറയുന്നത്. പച്ചക്കായ ഒലത്തിയത് ചെമ്മീനിട്ടിട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റാണത്. ഞാൻ ആ വെയിലിൻ്റെ കാഠിന്യം കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ കാണിച്ചത്. വെളിച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ കണ്ണിങ്ങനെ തുറയൂല, അതുപോലത്തെ വെയിലാണ്, ചൂട് കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഡ്രസ്സൊക്കെ മാറി. രാവിലെ ഞാൻ ഇട്ടിരുന്ന ടോപ്പ് ശരിക്കും ഒരു ബർത്ത്ഡേ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയൊരു ഷോർട്ട് ടോപ്പ് ഇരുന്നിരുന്നത് ഞാനത് ഇട്ടാ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റി. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടച്ചക്ക ഇരിപ്പുണ്ട്. അപ്പോൾ 2-3 ദിവസമായി. അപ്പോൾ വെറുതെ ഇരുന്ന് കൂടുതൽ മോശമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നാൽ കടച്ചക്കയും ചെമ്മീനും കൂടെ വറുത്തരച്ചിട്ട് വയ്ക്കാം, തീയലുണ്ടല്ലോ അതുമാതിരി. അപ്പോൾ നമ്മളവിടെ എപ്പോഴും ഈ കറിക്ക് തീയൽ എന്നുള്ളതിനും കൂടുതൽ പറയണം വറുത്തരച്ച് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ചെമ്മീനിട്ട് വയ്ക്കുന്നതുകൊണ്ട് തന്നെ പുളിയൊന്നും വേറെ ചേർക്കില്ല. അപ്പോൾ അങ്ങനത്തെ കടച്ചക്ക വറുത്തരച്ച് വയ്ക്കുന്ന, തീയലായിട്ട് വയ്ക്കുന്ന ആ ഒരു ടൈപ്പല്ല, മസാല ഇട്ട് വയ്ക്കുന്ന ഒരു കറിയാണ് കേട്ടോ അത്. ഇങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറിയും അങ്ങനത്തെ കറിയൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ ടേസ്റ്റിൽ. പിന്നെ കടച്ചക്കയും കൂടെ അതിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് കേട്ടോ. കടച്ചക്ക നന്നായിരിക്കണം. ആ കടച്ചക്കയും കൂടെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് വരാം. ചക്കകൾ തന്നെ പലതരത്തിലുണ്ടല്ലോ, അതുപോലെ കടച്ചക്കയും ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടാവും. ചിലത് നല്ലതായിരിക്കും. എനിക്ക് ഇത്തവണ കിട്ടിയത് കുഴപ്പമില്ല എന്ന് പറയാം, അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കടച്ചക്ക കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ആശ്വസിച്ചു കേട്ടോ.
അപ്പോൾ നമ്മുടെ പുതിയ ചട്ടിയാണ് കേട്ടോ അത്. ഞാനൊരു വലിയ ചട്ടി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അത് ഈ ചട്ടിയാണേ. കറുത്ത ഒരു ചട്ടി, അത്യാവശ്യം ചിക്കൻ കറിയൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഇതുപോലത്തെ കറികളൊക്കെ നോൺ വെജിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചത്. അങ്ങനെ വെജിറ്റേറിയൻ ഇതിലിപ്പോൾ നോൺ വെജ് ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ വെജിറ്റേറിയൻ കറികളൊന്നും ഇതിൽ അങ്ങനെ ഉണ്ടാക്കില്ല. കൂടുതലും ചിക്കൻ കറി, പിന്നെ ഇതുപോലത്തെ ചെമ്മീനിട്ടിട്ടുള്ള കറികളുണ്ടല്ലോ അത്, പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂടുതലും മീൻ കറിയൊക്കെ വേണമെങ്കിൽ വെക്കാം. അതൊക്കെ ഉദ്ദേശിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വൈക്കത്ത് പോയി വന്നപ്പോൾ വാങ്ങിച്ചു എന്ന്. ഇതാണ് ചെമ്മീൻ വറ്റിച്ചത് കേട്ടോ. നമ്മുടെ എറണാകുളം കൊച്ചി ഭാഗത്തൊക്കെ മിക്കവാറും വീടുകളിൽ ചെമ്മീൻ വറ്റിച്ചത് ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ഇത്തിരി ചെമ്മീനൊക്കെ ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് അവിടുത്തെ ആൾക്കാർക്ക്. പച്ചക്കറി തോരൻ വെക്കുമ്പോഴും മെഴുക്കുവരട്ടി വെക്കുമ്പോഴും. അപ്പം തോരനൊക്കെ അവിടെ എപ്പോഴും പീരോദിക്കുക എന്നാണ് കേട്ടോ പറയണത്. തോരൻ എന്നുള്ള വേർഡ് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ചെമ്മീനിട്ട് പീരോദിക്കുക അങ്ങനെയൊക്കെയാണ് പറയൽ കൂടുതലും. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ആ മാമ്പഴപ്പുളിശ്ശേരിയുടെ ജാറും പിന്നെ പച്ചക്കായും ചെമ്മീനും കൂടെ ഒഴിച്ചതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചാറ് കറിയൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ച് ഇന്ന് കുശാലാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കിയതാണ്. ഈ കടച്ചക്ക ഞാൻ പറഞ്ഞില്ല അത്ര ഒരു ഇതായിരുന്നില്ല എന്ന്. ചിലതിങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടുമേ. പക്ഷേ ഇത് അങ്ങനെ ഭയങ്കര ഒരു നല്ലതായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെന്തിട്ടുണ്ട്, ഒരു വേവും കൂടെ ഉണ്ടായിരുന്നു. ചിലത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതിന് പ്രത്യേക ടേസ്റ്റും കൂടുതലാണ്. അപ്പം ഞാനൊരു ഹാഫ് വേവായിട്ടാണ് എപ്പോഴും ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഉപ്പിടാറ്. അപ്പോൾ ഏകദേശം ഒരു വേവും കൂടെ ഉള്ളൂ ഇനി. അപ്പം ഞാൻ ഉപ്പിട്ടു. അപ്പം നല്ല ഉപ്പ് പിടിക്കുകയുള്ളൂ ശരിക്കും. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വറുത്തരപ്പ് ഉണ്ടാക്കി അതും കൂടെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ കാണിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്ന കറിവേപ്പിൻ്റെ ഇലയാണ്. നല്ല കറിവേപ്പാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ കറുത്ത ഇല ഉണ്ടാവില്ല, അങ്ങനത്തെയാണ്. ചേച്ചിയുടെ വീട്ടിലുള്ള കറിവേപ്പിൻ്റെ തൈ കൊണ്ട് നമ്മൾ പിടിപ്പിച്ചതാണ്. അവിടെയും അത്യാവശ്യം നന്നായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ പറമ്പിൽ കൊണ്ടുവന്ന് പിടിപ്പിച്ചപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇലയാണിത്. അപ്പം ഞാനിതിനും അരപ്പുണ്ടാക്കുന്നത് ആദ്യം കുറച്ച് പെരിഞ്ജീരകം ഇട്ടു. എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കും കൂടെ ആയത് കാരണം ഈസി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് ഉള്ളിയും വെളുത്തുള്ളി അരിഞ്ഞിട്ടു, കറിവേപ്പിൻ്റെ ഇല ഇട്ടു. പിന്നെ കുറച്ച് തേങ്ങ ഞാൻ വറുത്ത തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, വറുത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിട്ടു. പിന്നെ ഒരു 2 സ്പൂൺ തേങ്ങയും കൂടെ ഉണ്ട്. അത് ചിലപ്പോൾ എനിക്ക് ഒരു കടലക്കറിയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ഉപകാരപ്പെടും. കാരണം ഞാൻ മുഴുവനും ഇട്ടില്ല, ഇത്രയും മതിയായിരുന്നു. അപ്പം അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ബാക്കി നമുക്ക് ഏകദേശം വറുത്ത് ഒരു മൂപ്പായതാണ്, ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ അത് ആറിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പൊടികളും കൂടെ ആറിക്കഴിഞ്ഞപ്പോഴല്ല, അതിലേക്ക് പൊടികളും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് വേഗം ഓഫ് ചെയ്തിട്ടു. പിന്നെ ആറിക്കഴിയുമ്പം ഇതുപോലെ അരച്ച് കറിയിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞപ്പം ഞാൻ ഈ മസാലകളൊന്നും അതിൽ വേറെ കൂടുതൽ ഇടാതിരുന്നത്. മസാലപ്പൊടി ഞാൻ നല്ല ഗരം മസാല പൊടിച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസാലപ്പൊടി വേറെ ചേർക്കണ്ട, അതിലേക്ക് മുഴുവൻ മസാലകൾ നമുക്ക് വേണ്ടതിട്ട് ആ വറുത്ത അരപ്പിൻ്റെ കൂടെ നമുക്ക് അരച്ചെടുക്കാമല്ലോ, തേങ്ങ ഇടുന്നതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ രീതിയിലാണ് എളുപ്പത്തിന് ചെയ്യാറ്. അപ്പോൾ ഈ അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് ആ ടേസ്റ്റൊക്കെ ഒന്ന് അതിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ കറിയാണ് കേട്ടോ അത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, പുളി ഇടാതെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വേണമെങ്കിൽ ഒരു തക്കാളി അരിഞ്ഞിടാം, അപ്പോൾ ഒരു ചെറിയൊരു പുളി വരുമല്ലോ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല, വറ്റൽമുളകും താളിച്ചപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാതിരുന്നത്. അപ്പം സൂപ്പർ കറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ബർത്ത്ഡേ വ്ലോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.